ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ജനനം നോക്കിയാൽ വൃശ്ചിക ലഗ്നം അദ്ദേഹത്തിന്റെ കുണ്ഡലിയിൽ ഇരിക്കുന്നു, ചൊവ്വയും ചന്ദ്രനും ലഗ്നത്തിൽ ഇരിക്കുന്നു. ലഗ്നേശൻ ലഗ്നത്തിൽ ഇരിക്കുന്നു. ഇതൊരു വലിയ കാര്യമാണ്. അതിനാൽ അത്തരമൊരു വ്യക്തിയെ ആരും കീഴടക്കില്ല. സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേതാവായ നരേന്ദ്രമോദിജിയുടെ പേര് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും നിഗൂഢമായ വാചകത്തിൽ എഴുതിയിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറും ഒരു കിംവദന്തിയാണോ അതോ ഏതെങ്കിലും ദിവ്യ പ്രവചനത്തിന്റെ ഭാഗമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഇന്ത്യയിലെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ അത്തരം നിരവധി പ്രവചനങ്ങൾ മറഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്തരമൊരു നിഗൂഢമായ വാചകത്തിന്റെ പേര് ഭവിഷ്യമല്ലികയാണ്. ഇതൊരു സാധാരണ പുസ്തകമല്ല, മറിച്ച് സന്യാസിമാരും ഋഷിമാരും എഴുതിയ ഒരു ദിവ്യ ദർശനമാണ്. അതിൽ ഇന്ത്യയുടെ ഭാവി വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇതുവരെ ഈ ഗ്രന്ഥം തിരഞ്ഞെടുത്ത സന്യാസിമാരും ചില രഹസ്യ സനാതനി പണ്ഡിതരും മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, പലരും ഇത്തരം കാര്യങ്ങളെ വെറും ഭാവനയായി കണക്കാക്കുന്നു. പലപ്പോഴും മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങളെ അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിച്ച് അവഗണിക്കുന്നു. എന്നാൽ സങ്കൽപ്പിക്കുക, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാവിയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥം, ഒരു നേതാവിന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, ഇന്ത്യയുടെ വിധി എന്നിവ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ അവഗണിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ മറഞ്ഞിരിക്കുന്ന അതേ സത്യം കൊണ്ടുവന്നു. ഈ വീഡിയോ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന്റെയും ഭാഗമല്ല, മറിച്ച് കാലത്തിനും ശക്തിക്കും അതീതമായ സനാതൻ ധർമ്മത്തിന്റെ ദിവ്യത്വത്തിന്റെ തെളിവാണ്. ചരിത്ര പുസ്തകങ്ങളിൽ കാണാത്ത, വാർത്താ ചാനലുകളിൽ കാണിക്കാത്ത, എന്നാൽ ഇന്ത്യയുടെ ആത്മാവിൽ പ്രതിധ്വനിക്കുന്ന രഹസ്യം ഈ വീഡിയോ നിങ്ങളോട് പറയും. അതിനാൽ സുഹൃത്തുക്കളെ, വീഡിയോയുടെ അവസാനം വരെ ഞങ്ങളോടൊപ്പം തുടരുക, കാരണം നിങ്ങൾ അടുത്തതായി കേൾക്കുന്നത് സനാതൻ ധർമ്മത്തിന്റെ അത്ഭുതകരമായ അത്ഭുതത്തിന്റെയും ഇന്ത്യയുടെ സുവർണ വിധിയുടെയും ഒരു കാഴ്ച നിങ്ങൾക്ക് നൽകും. ആ രഹസ്യം അനാവരണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? സുഹൃത്തുക്കളെ, എല്ലാ യുഗങ്ങളിലും ഇതിനകം എഴുതിയ ഇന്ത്യയിലെ നിഗൂഢ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അത്തരമൊരു ദിവ്യഗ്രന്ഥത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അത് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. അതിന്റെ പേര് ഭവിഷ്യമാലിക എന്നാണ്. അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വിധി എഴുതിയ അതേ ഭവിഷ്യമാലിക. ഈ അമാനുഷിക ഗ്രന്ഥം ഒരു സാധാരണ അന്വേഷകനും സൃഷ്ടിച്ചതല്ല എന്നറിയുമ്പോൾ നിങ്ങൾ അഭിമാനിക്കും. ഒഡീഷയിലെ മഹാനായ അറിവുള്ള സന്യാസി ആചാര്യ മഹർഷി ഗോവിന്ദ് ദാസ് ജിയാണ് ഇത് എഴുതിയത്. ധ്യാനം, തപസ്, ദിവ്യദർശനം എന്നിവയിലൂടെ വരാനിരിക്കുന്ന യുഗങ്ങളിലെ സംഭവങ്ങളെ തന്റെ വാക്കുകളിൽ ഉൾപ്പെടുത്തിയ ഒരു സന്യാസി. നിങ്ങൾക്കറിയാമോ, ഇന്ത്യ അടിമത്തത്തിന്റെ ചങ്ങലകളിൽ പോലും ബന്ധിതമല്ലാത്ത ഒരു സമയത്താണ് ഈ പുസ്തകം എഴുതിയത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ആർഷി മുനിമാർ ധ്യാനിക്കുകയും ഭാവിയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്ന കാലത്ത്. ഭവിഷ്യമാലിക ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുക മാത്രമല്ല, ഏത് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രക്ഷകനാകുമെന്ന് പറയുകയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഈ അത്ഭുതകരമായ പുസ്തകത്തിന് ഒരിക്കലും മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം ലഭിച്ചില്ല. നിങ്ങൾ അത്ഭുതപ്പെടും സുഹൃത്തുക്കളെ. ഈ പുസ്തകം പലതവണ അടിച്ചമർത്തപ്പെട്ടു. സനാതന സംസ്കാരത്തിന്റെ ശക്തി മറയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഇതിനെ അന്ധവിശ്വാസം എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ, ഇന്നുവരെ പൊതുജനങ്ങൾക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് അറിയാത്തത് എന്തുകൊണ്ട്? ഒറീസയിലെ ചില പ്രത്യേക ആശ്രമങ്ങളും സനാതനി പണ്ഡിതരും ഭവിഷ്യമാലികയെ അതീവ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അധികാരത്തിനും വ്യവസ്ഥയ്ക്കും അസ്വസ്ഥത ഉളവാക്കുന്നതിനാൽ നിങ്ങൾക്ക് അത് പൊതു ലൈബ്രറികളിൽ കണ്ടെത്താനാവില്ല. ഈ ഗ്രന്ഥത്തിലെ ഓരോ വാക്കും സനാതൻ ധർമ്മത്തിന്റെ അചഞ്ചലമായ ശക്തിയുടെയും ഇന്ത്യയുടെ ശോഭനമായ ഭാവിയുടെയും തെളിവാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ എല്ലാ കാലഘട്ടങ്ങളുടെയും കണ്ണാടിയായ അത്തരമൊരു ഗ്രന്ഥം ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അടുത്ത ഭാഗത്തിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയും. അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് ദേശത്തുനിന്ന് ഉയർന്നുവന്ന് ഇന്ത്യയുടെ വിധി മാറ്റുന്ന അത്തരമൊരു നേതാവിന്റെ ഉദയം പ്രവചിക്കപ്പെട്ടിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഭവിഷ്യമല്ലികയുടെ പേജുകളിൽ അത്തരം പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ കേട്ടാൽ നിങ്ങൾക്ക് രോമാഞ്ചം തോന്നും. ഈ പുരാതന ഗ്രന്ഥത്തിൽ ഒരു അത്ഭുതകരമായ വരി എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഗുർജാർ പ്രദേശിൽ നിന്ന് കാവി വസ്ത്രം ധരിക്കുന്ന ഒരു മിടുക്കൻ ജനിക്കും.
ദൈവങ്ങളുടെ പേരിൽ വലിയ പാലങ്ങൾ പണിയുകയും തന്റെ ശക്തിയാൽ വിദേശ മതഭ്രാന്തന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലത്ത് ഗുജറാത്തിൽ നിന്ന് വന്ന ഏത് നേതാവാണ് അവിടെയുള്ളതെന്ന് ചിന്തിക്കൂ. കാവ്യവസ്ത്രം ധരിക്കുന്നയാൾ ശ്രീരാമന്റെ പേരിൽ രാമസേതുവിനുശേഷം മനോഹരമായ ഒരു ശ്രീരാമക്ഷേത്രം പണിതു. ഇത് വെറും യാദൃശ്ചികതയാണോ അതോ ദൈവിക അടയാളമാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നരേന്ദ്രമോദി തന്റെ ഭരണകാലത്ത് ഭവിഷ്യമാലികയുടെ പ്രവചനങ്ങളുമായി പൊരുത്തപ്പെടുന്ന അത്തരം പ്രവൃത്തികൾ ചെയ്തത് യാദൃശ്ചികതയാണോ? ഗുജറാത്തിന്റെ മകൻ, കാവ്യവസ്ത്രം ധരിക്കുന്നയാൾ, ഐക്യത്തിന്റെ പ്രതീകമായ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിച്ചു. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിനുശേഷം അയോധ്യയിൽ രാമക്ഷേത്രം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച വ്യക്തി. വേദങ്ങളിൽ എഴുതിയിരിക്കുന്ന അതേ മിടുക്കനാണോ ഇത്? സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല, യുഗമാറ്റത്തിന്റെ സൂചന നൽകുമെന്ന് ഭവിഷ്യമാലികയിൽ എഴുതിയിട്ടുണ്ട്. മതത്തിന്റെ പതാക അദ്ദേഹത്തിന്റെ കൈകളിൽ ഉയർത്തപ്പെടും. സനാതൻ വീണ്ടും ലോക നേതാവാകും. ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ദേശീയ ഉണർവ് യാദൃശ്ചികമല്ല, മറിച്ച് സനാതൻ ശക്തിയുടെ ഉണർവ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ സംഭവങ്ങൾ വെറും രാഷ്ട്രീയ തന്ത്രമാണോ അതോ ഏതെങ്കിലും ദൈവിക പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ചിന്തിക്കുക. സുഹൃത്തുക്കളെ, അടുത്ത ഭാഗം കൂടുതൽ നിഗൂഢമാണ്. കാരണം ചരിത്രത്തിലെ മറ്റ് നേതാക്കൾക്ക് ഒരേ പേരുള്ളത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. അത്തരമൊരു പരാമർശം ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ബന്ധം നിലനിർത്തുക. അടുത്ത രഹസ്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എത്ര നേതാക്കൾ വന്നു പോയിട്ടുണ്ട്? എല്ലാവർക്കും ഒരു കാലഘട്ടം, ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും നേതാവിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്തിയതായി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു സനാതന ഗ്രന്ഥത്തിലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു സൂചനയും ഇല്ല. ഏതെങ്കിലും പുരാതന പ്രവചനത്തിൽ അദ്ദേഹത്തിന്റെ ഉയർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷേ ഇല്ല. ഉരുക്ക് വനിതയായി അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി. എന്നാൽ ഏതെങ്കിലും ആത്മീയ ഗ്രന്ഥത്തിൽ അവരുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളില്ല. രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് പോലുള്ള നിരവധി പേരുകൾ ഉയർന്നുവന്നു. പക്ഷേ എവിടെയും ഒരു പ്രവചനവുമില്ല, മതപരമായ പരാമർശവുമില്ല. നരേന്ദ്രമോദിയുടെ പശ്ചാത്തലത്തിൽ ഭവിഷ്യമാലിക പോലുള്ള ഗ്രന്ഥങ്ങളിൽ പെട്ടെന്ന് ഇത്ര അത്ഭുതകരമായ സൂചനകൾ കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ചിന്തിക്കുക. ഇത് വെറും യാദൃശ്ചികതയാണോ അതോ ആഴത്തിലുള്ള സനാതന പദ്ധതിയാണോ? മോദിജിയുടെ ഉയർച്ച വെറുമൊരു രാഷ്ട്രീയ സംഭവമല്ല, മറിച്ച് സനാതനധർമ്മത്തിന്റെ ശക്തിയുടെ ഉണർവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുഹൃത്തുക്കളെ? ഇത് വെറും യാദൃശ്ചികതയാണോ? മതം മറന്ന നേതാക്കളുടെ കാലഘട്ടത്തിൽ ഇന്ത്യ നിരവധി അപമാനങ്ങൾ സഹിച്ചതിന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ നരേന്ദ്രമോദിയെപ്പോലുള്ള സനാതന സംരക്ഷകർ അധികാരത്തിൽ വന്നയുടനെ ഇന്ത്യയുടെ തല വീണ്ടും അഭിമാനത്തോടെ ഉയർന്നു. രാമക്ഷേത്ര നിർമ്മാണം, കാശി വിശ്വനാഥന്റെ പുനരുജ്ജീവനം എല്ലാം ചില ദിവ്യപ്രവചനങ്ങളുടെ ക്രമേണ സത്യമായി മാറി. സുഹൃത്തുക്കളെ, റിപ്പോർട്ട് കാണുക. നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നു. പക്ഷേ 87% ആളുകൾ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ ദിവ്യത്വത്തെയും ഹിന്ദുശക്തിയെയും ഉണർത്തുന്നതിനായി സൃഷ്ടിക്കപ്പെട്ട സനാതനികളുടെ ശബ്ദമാണ് ഈ ചാനൽ. നിങ്ങൾക്കും സനാതന സംസ്കാരവുമായി ബന്ധപ്പെടണമെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവൻ യൂട്യൂബും കാണാൻ കഴിയുന്ന തരത്തിൽ ഈ ചാനൽ ശക്തമാക്കുക. സനാതൻ ഉണർന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് വെറും രാഷ്ട്രീയമാണോ അതോ മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ പ്രവചനത്തിന്റെ നേരിട്ടുള്ള തെളിവാണോ? ചിന്തിക്കുക. ഇന്ത്യ ഇപ്പോൾ അതിന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് മടങ്ങുകയാണോ? അടുത്ത ഭാഗം കൂടുതൽ ആവേശകരമായിരിക്കും. കാരണം മോദിജിയുടെ ഉയർച്ചയെക്കുറിച്ച് സന്യാസിമാർ വെളിപ്പെടുത്തിയ മറ്റ് രഹസ്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ബന്ധം നിലനിർത്തുക. നിഗൂഢതയുടെ പാളികൾ ഇനിയും വെളിപ്പെടാനിരിക്കുന്നു. സുഹൃത്തുക്കളെ, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സന്യാസിമാരുടെ വാക്കുകളിലും ഒരു നേതാവിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ വ്യക്തി ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ നിങ്ങളോട് അത്തരം ഞെട്ടിക്കുന്ന ഉദാഹരണങ്ങൾ പറയും. അവ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സനാതനത്തിന്റെ അത്ഭുതകരമായ ശക്തിയും അനുഭവപ്പെടും. നിങ്ങൾക്കറിയാമോ, പ്രശസ്ത സന്യാസി ജഗ്ഗി വാസുദേവ് അഥവാ സദ്ഗുരു തന്റെ പ്രഭാഷണങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ അതിന്റെ നഷ്ടപ്പെട്ട വ്യക്തിത്വം വീണ്ടെടുക്കുകയാണെന്ന് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നവോത്ഥാനം ആരംഭിച്ചിട്ടുണ്ടെന്നും ഈ നേതൃത്വം സാധാരണമല്ലെന്നും യോഗശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു.
ചിന്തിക്കുക സുഹൃത്തുക്കളെ, ഒരു സാധാരണ വ്യക്തിക്ക് ഇത് പറയാൻ കഴിയുമോ? ഇത് മാത്രമല്ല, രാജ്യത്തിന്റെ വിധി മാറ്റുന്ന യുഗപുരുഷൻ വന്നിരിക്കുന്നുവെന്നും മതത്തിന്റെ ദീപം വീണ്ടും കൊളുത്തുമെന്നും അവധൂത് ബാബ പോലുള്ള പ്രമുഖ സന്യാസിമാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മോദിജിയുടെ ഉദയസമയത്ത് മാത്രമാണ് ഇത്തരം പ്രഭാഷണങ്ങൾ പുറത്തുവരുന്നത് എന്നത് യാദൃശ്ചികമാണോ? നിങ്ങളുടെ അഭിപ്രായമെന്താണ്? ഇത് രാഷ്ട്രീയത്തിന്റെ യാദൃശ്ചികതയോ അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യപ്രവചനത്തിന്റെ സാക്ഷാത്കാരമോ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്രയാഗ്രാജ് കുംഭമേളയിൽ ലക്ഷക്കണക്കിന് സാധുക്കളുടെ പ്രതിനിധിയായിരുന്ന സ്വാമി ആനന്ദ് ഗിരി ഒരു പൊതുവേദിയിൽ നിന്ന് ഇന്ത്യ വീണ്ടും ലോകനേതാവാകുമെന്നും മാറ്റം ആരംഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം ജീവിക്കുന്ന ഈ സന്യാസിമാരും ഋഷിമാരും ഒരേ ദിശയിലേക്ക് ആവർത്തിച്ച് വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഒഡീഷയിലെ മഹാനായ സന്യാസി സ്വാമി വിശ്വാത്മ ബാബ 2005 ഹിമാലയത്തിന്റെ കിഴക്കുനിന്ന് ഒരു സിംഹം പ്രത്യക്ഷപ്പെടുമെന്നും അത് മതത്തെ പുനരുജ്ജീവിപ്പിക്കുമെന്നും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്നതാണ്. മോദിജിയും ഈ ദിശയിൽ നിന്ന് ഉയർന്നുവന്നിട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനാൽ സുഹൃത്തുക്കളെ, ഇത് വെറും വാക്കുകളുടെ കളിയാണോ അതോ ആഴത്തിലുള്ള സനാതനി പ്രവചനത്തിന്റെ ജീവിക്കുന്ന തെളിവാണോ? അടുത്ത ഭാഗത്തിൽ വരും വർഷങ്ങളിൽ ഇനിയും എന്തൊക്കെ അടയാളങ്ങൾ കണ്ടെത്താനാകുമെന്ന് നമുക്ക് കാണാം. യഥാർത്ഥ രഹസ്യം ഇനിയും വരാനിരിക്കുന്നതിനാൽ ബന്ധം നിലനിർത്തുക. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതിനകം എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കൽപ്പിച്ചിട്ടുണ്ടോ? ഭാവിയ മല്ലികയുടെ അഭിപ്രായത്തിൽ വരും വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഇളക്കിമറിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അതെ സുഹൃത്തുക്കളെ, 2029 ആകുമ്പോഴേക്കും ഇന്ത്യ പുനർജനിക്കുമെന്നും ലോകം അതിനെ ലോകരക്ഷകനായി കാണുമെന്നും ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യത്തെ സങ്കൽപ്പിക്കുക. ഇന്ന് അതേ ഇന്ത്യ വീണ്ടും ഉയർന്നുവരുന്നു. ഇത് ഏതെങ്കിലും സാധാരണ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഫലമാണോ? അതോ ഏതെങ്കിലും ദൈവിക പദ്ധതിയുടെ ഫലമാണോ? മോദിജിയുടെ രണ്ടാം കാലാവധി അധികാരത്തിൽ തുടരുന്ന ഒരു കാലഘട്ടമായിരിക്കില്ല, മറിച്ച് ഇന്ത്യയെ വീണ്ടും ലോകനേതാവാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്ന് ഭവിഷ്യ മല്ലിക വ്യക്തമായി സൂചിപ്പിക്കുന്നു. ശത്രുരാഷ്ട്രങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ഈ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ സനാതനി രൂപം പൊട്ടിത്തെറിക്കുകയും ഹിന്ദുത്വത്തിന്റെ തിലക്കത്താൽ ലോകം മുഴുവൻ പ്രകാശിക്കുകയും ചെയ്യും. നിങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ എത്ര വേഗത്തിൽ മാറി? സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത് വെറും നയതന്ത്ര ചാതുര്യമാണോ അതോ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന സനാതൻ ധർമ്മത്തിന്റെ ശക്തിയാണോ? ചരിത്രത്തിലെ ഓരോ കാലഘട്ടത്തിലും രാഷ്ട്രം ഉണർന്നിരിക്കുന്ന ഒരു സമയം വരുന്നു. ഇന്ന് ആ ഉണർവിന്റെ യുഗം നമ്മുടെ മുന്നിലുണ്ട്. മോദിജിയുടെ നേതൃത്വം ഇന്ത്യയുടെ നേതൃത്വം മാത്രമല്ല, ലോകത്തിനു മുന്നിൽ സനാതന സംസ്കാരത്തിന്റെ പുനരുജ്ജീവനവുമാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ചരിത്രപരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണോ? അപ്പോൾ സുഹൃത്തുക്കളെ, ആ സുവർണ കാലഘട്ടത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണോ? അടുത്ത ഭാഗത്തിൽ വരും കാലങ്ങളിൽ ഇന്ത്യ അതിന്റെ വേദമഹത്വം എങ്ങനെ വീണ്ടെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബന്ധം നിലനിർത്തുക. യഥാർത്ഥ സനാതന ഉണർവിന്റെ കഥ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ സ്വയം ചിന്തിക്കൂ, ഏതെങ്കിലും നേതാവിനെക്കുറിച്ച് ഇത്രയും കൃത്യമായ ഒരു പ്രവചനം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും പ്രധാനമന്ത്രിക്ക് ഇത്രയും ദിവ്യ അടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, കർമ്മം, രാഷ്ട്രത്തിനായുള്ള അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തി പോലും എല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. ഈ രഹസ്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങളും സ്തബ്ധരായിപ്പോയിട്ടുണ്ടാകും, അല്ലേ? ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം ഋഷിമാർ വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യക്തി ഇനി സാധാരണക്കാരനല്ല, ഈ രാജ്യത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ ആ ദിവ്യ പദ്ധതിയുടെ ഭാഗമാണ് അദ്ദേഹം. നരേന്ദ്രമോദിയുടെ നേതൃത്വം വെറും രാഷ്ട്രീയമല്ല, സനാതനധർമ്മത്തിന്റെ മഹത്വം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു വലിയ ത്യാഗമാണെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുഹൃത്തുക്കളെ? ഇതെല്ലാം വെറും യാദൃശ്ചികതയാണോ അതോ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ യാത്ര യഥാർത്ഥത്തിൽ ആരംഭിച്ചോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവിക സ്വപ്നം കണ്ട യുഗമാറ്റത്തിന് നാമെല്ലാവരും സാക്ഷികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ അറിയാൻ ഞങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നു. താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ പ്രവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ ഇതിന് പിന്നിലെ മറ്റെന്തെങ്കിലും കഥ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം മുഴുവൻ സനാതൻ കുടുംബത്തിനും വളരെ പ്രധാനമാണ്.
ഓരോ ഇന്ത്യക്കാരനും അത്തരം രഹസ്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പങ്കിടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സുഹൃത്തുക്കളെ, ഇത് വെറുമൊരു വീഡിയോയല്ല, നിങ്ങളുമായുള്ള ആ അദൃശ്യശക്തിയുടെ ബന്ധമാണ് നിങ്ങളെയും മറഞ്ഞിരിക്കുന്ന ഏതോ വിധിയിലേക്ക് വിളിക്കുന്നത്.